പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആണ് നമ്മുടെ തൊട്ടടുത്ത മാസം. പിശാച് കരഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമയം ഫാത്തിഹ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ട സമയത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത്, ആമീൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത്, ഇങ്ങനെ പിശാച് അട്ടഹസിച്ച് കരഞ്ഞ ഘട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ മോട്ടിവേഷൻ ലഭിച്ച ആളുകൾ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് അവരിങ്ങനെ വെപ്രാളം പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു മൗലിദ് മുടക്കാൻ എന്താ പരിപാടി എന്ന നിലക്ക് അക്കായുകൊണ്ട് കുട്ടികളെ കെട്ടിച്ചൂടെ എന്ന സാധാരണ ചോദിക്കല്. ഇപ്പോൾ ഒരു ദുരന്തം കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് അക്കായുകൊണ്ട് അവിടെ ദുരന്തത്തിന് പരിഹാരം ചെയ്തൂടെ? അപ്പൊ ഇങ്ങനെ തുടങ്ങി ഇബ്ലീസിന്റെ വസ്വാസാക്കൽ നടന്നുകൊണ്ടിരിക്കും. കുറേയൊക്കെ വസ്വാസിൽ ആളുകൾ അകപ്പെടുകയും ചെയ്യും. നമ്മളെ നാട്ടിൽ പള്ളിക്കര മൗലൂദ് നടക്കുന്നുണ്ടല്ലോ, അത് മതിയാലേ നമുക്ക്. പിന്നെ നമ്മൾ പുരയിലൊന്നും ഓതേണ്ട ആവശ്യമില്ല, നമ്മൾ പള്ളിയിലെ മൗലൂദ് പങ്കെടുക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെല്ലാവരും കൂടി അല്ലേ മദ്രസയിലും നടത്തേണ്ടത്, അപ്പം അത് മതിയാലോ എന്ന് പറഞ്ഞ് വീടുകളിൽ നിന്നൊക്കെ മൗലിദ് ചുരുങ്ങിപ്പോയി. അത് വെറും പള്ളിയിലും മദ്രസയിലും മാത്രം ഒതുക്കി. അതും ചിലപ്പോൾ അതൊരു ഒരൊറ്റ ദിവസത്തെ പരിപാടിയിൽ അതൊന്ന് കുറച്ച് ഷോ കൂടി ആക്കി അതിൽ മാത്രം ഒതുക്കി യഥാർത്ഥത്തിലുള്ള മദ്ഹ് നമ്മളിൽ നിന്നും, നമ്മുടെ ഖൽബിൽ നിന്നും, നമ്മുടെ വീടുകളിൽ നിന്നുമൊക്കെ പിശാചിൻ്റെ മോട്ടിവേഷൻ കാരണം മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് വിസ്മരിക്കാൻ വയ്യ. അപ്പം അത് പ്രത്യേകമായി മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബി ഔസാഫിഹി തുജ്ല ഇദാ ഹിയ തുസ്ദഉ, അവിടുത്തെ മദ്ഹുകളെ കൊണ്ടാണ് നമ്മുടെ കറ പിടിക്കുന്ന ഹൃദയം, തുരുമ്പ് പിടിക്കുന്ന ഹൃദയം നന്നാക്കി തീർക്കാനുള്ള മാർഗം ആ മദ്ഹാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കച്ചവട സ്ഥലങ്ങളിൽ, തോട്ടങ്ങളിൽ, എവിടെയാണെങ്കിലും അവിടെയൊക്കെ മൗലിദ് നടന്നാൽ അവിടെയൊക്കെ അതിൻ്റെ ബറക്കത്തും പ്രത്യേകമായ കാവലും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, മൗലിദ് നടന്നാൽ, ഒരു റബീഉൽ അവ്വൽ മൗലിദ് നടന്നാൽ ഒരു വർഷം വരെ പ്രത്യേകമായ അതിൻ്റെ ഹിഫ്ള് ആ സ്ഥലത്തുണ്ടാകുമെന്ന് വരെ മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചു. ഇങ്ങനെ ഒരുപാട് മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിന് വേണ്ടി, അവിടുത്തെ മൗലിദിന് വേണ്ടി ചെലവഴിക്കാനാണ്, സമ്പത്ത് മുഴുവനും ചെലവഴിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനരാകുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അങ്ങനെ അവിടുത്തെ സമ്പത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമാണല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ മൗലിദിൻ്റെ മാസം കടന്നു വരുമ്പോൾ പ്രത്യേകമായി കൊണ്ട് ആ ജനിച്ച സമയം നമുക്കറിയാം, സുബഹിയുടെ തൊട്ട് മുമ്പുള്ള ആ സമയം എല്ലാ ദിവസങ്ങളിലും, അത് എല്ലാ മാസങ്ങളിലും ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ആ സമയം എഴുന്നേറ്റ് നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് പറയാൻ ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട്, നമുക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആ ജനിച്ച ആ ഒരു സമയം, ആ സമയം നമ്മൾ റബീഉൽ അവ്വലിൽ അന്നുകൂടി കിടന്നുറങ്ങിയ പിന്നെ നമ്മുടെ കഥ എടുക്കാനില്ല. അപ്പം അത് അന്ന് ഏതായാലും ഉറങ്ങരുത്, അതിനോട് തുടർന്നു കൊണ്ട് മറ്റുള്ള എല്ലാ മാസങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും ആ സമയത്ത്, ആ ഇജാബത്തുള്ള സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുത്ത ആ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട്, ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി നാമൊക്കെ തയ്യാറാകണമെന്ന് സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നത്, അതാണ് നാം ചെലവഴിക്കുന്നതിൽ നിന്നും, നാം ഒരുമിച്ച് കൂടുന്നതിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഒത്തുകൂടൽ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കഴിഞ്ഞ വർഷം നബിദിനത്തോടനുബന്ധിച്ചാണ് ഒരാളുടെ വസ്വാസ് വന്നത്. അതെന്തിനാണ് ഈ ചോറൊക്കെ കൊടുക്കുന്നത്, എന്തെങ്കിലും മിഠായി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളൊക്കെ അവരുടെ കല്യാണങ്ങളും പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ 2-3 ഐറ്റംസ് ചോറുകളും കൂട്ടാനുകളും വിവിധ തരങ്ങളിലുള്ളതും ഇല്ലാതെ ഒരു
ചെറിയ കടം വാങ്ങിയിട്ട് നടത്തുന്ന കല്യാണക്കാർ പോലും ഇപ്പോൾ 3-4 തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നടത്തുന്നത്. എന്നാൽ അവിടെയൊന്നും ഇത് ബാധകമല്ല, അവിടെ ഒന്നും ഈ ദുരന്തവും ബാധകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മീലാദുമായി ബന്ധപ്പെടുമ്പോൾ ചോറ് കാണും. അപ്പോൾ ആർക്കെങ്കിലും ചോറിൻ്റെ ആവശ്യമുണ്ടോ? ചിലപ്പോൾ ചില ആളുകൾ, ചില പിശുക്കന്മാരായ ആളുകൾ പിശുക്കത്തരത്തിന് വേണ്ടിയിട്ട് ചില ഇത് പറയും. അവരെന്ത് ചെയ്യും? മൗലിദിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പറയും, എന്തിനാ ഇവിടെ ആർക്കെങ്കിലും പട്ടിണി ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാശൊക്കെ പിരിവെടുത്തിക്കാണ്ട് ഭക്ഷണം കൊടുക്കുന്നത്? ഇവിടെ ആർക്കെങ്കിലും പട്ടിണി ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പട്ടിണി എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ നാട്ടിൽ ആരെങ്കിലും പട്ടിണി എടുത്തിട്ടാണോ നാട്ടിൽ കല്യാണം നടത്തുമ്പോൾ ചോറ് എത്തുന്നത്? നമ്മൾ കല്യാണം നടത്തുമ്പോൾ എത്ര വലിയ ബിരിയാണിയും എന്തെല്ലാം പരിപാടികൾ നടത്തുന്നത്, എത്ര കിൻ്റെല്ലാം നടത്തുന്നത്? ഈ നാട്ടിലെ ജനങ്ങളൊക്കെ പട്ടിണിയായിട്ടാ? അല്ലല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു ന്യായീകരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മീലാദുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മളെ പിശാചി ചൊറിഞ്ഞ് വന്നിട്ട് നമ്മളെ കൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊന്നും ആരും പിന്തിരിഞ്ഞു പോവുകയില്ല. എല്ലാവരും പൂർവോപരി ഓരോ വർഷവും അത് ഉഷാറായി വരുന്നുണ്ട്. പക്ഷേ അത് ഒരു ഭാഗത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ മദ്ഹ് ഓതുന്നതിൽ നിന്ന് നമ്മൾ ഓരോ വീടുകളിലും അത് ചെയ്യേണ്ട നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്ന ഒരു ഹദീസ് മൗലിദെങ്കിലും നമ്മുടെ വീടുകളിൽ ഓതുന്ന സാഹചര്യം അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം പ്രത്യേകമായി ആ കാര്യം ശ്രദ്ധിക്കണമെന്നും, നാട്ടിലും മദ്രസയിലും പീടിയിലൊന്നും നടന്നത് പോരാ, നമ്മുടെ വീട്ടിൽ വേറെ തന്നെ നടക്കണം, അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി നാം ചെലവഴിക്കുന്നതും അതിനുവേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതും അതിനുവേണ്ടി സുഗന്ധം പൂശുന്നതും അതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു തമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരാകുന്ന ആളുകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ പറഞ്ഞയച്ചു, തനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, എന്താ നിങ്ങൾ പ്രയാസമെന്ന് അന്വേഷിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അവിടെ കായൽ പട്ടണത്ത് ദർസ് നടത്തുമ്പോൾ ആ പള്ളിയിൽ മീകായിൽ അലൈഹിസ്സലാം വന്നതും ആ പള്ളിക്ക് ഇപ്പോഴും മീകായിൽ പള്ളി എന്ന പേര് നൽകപ്പെട്ടതും, അങ്ങനെ മഴയില്ലാത്ത പ്രയാസങ്ങൾ മീകായിൽ അലൈഹിസ്സലാമിനോട് ചർച്ച ചെയ്യുകയും മീകായിൽ അലൈഹിസ്സലാം തിരിച്ചു പോയതിനു ശേഷം നല്ല മഴ ലഭിച്ചു എന്നും ആ വർഷത്തിൽ പിന്നീട് വെള്ളത്തിന് പ്രയാസമുണ്ടായിട്ടില്ല എന്നൊക്കെ ആ ചരിത്രം വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ മദദ് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് വളരെയധികം പ്രത്യക്ഷത്തിൽ നാം എല്ലാ കാര്യങ്ങളും എല്ലാ പേരും പെരുമയും ഒക്കെ വളരെ ഊറ്റത്തോടു കൂടി നടക്കുന്ന സമയത്തും വളരെയധികം പേടിക്കപ്പെടേണ്ട ഒരു സമയത്താണ് നാം ഉള്ളത് എന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ ഓർമ്മപ്പെടുത്തി, സ്വർഗത്തിൽ നിങ്ങൾ കാല് കുത്തിയതിന് ശേഷമല്ലാതെ നിങ്ങൾ ലാ തഉമനു ബക്കരി ഹത്താ തറാ ഖദമൈക ഫിൽ ജന്ന, രണ്ട് കാലും സ്വർഗത്തിൽ, ഒരു കാല് പുറത്ത് ഒരു കാല് ഉള്ളിലായ പോരാ, രണ്ട് കാല് ഉള്ളിൽ കുത്തിയതിന് ശേഷമല്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാരും വിചാരിച്ചു പോകണ്ട എന്ന് പ്രത്യേകമായ ഖുദ്സിയ ഹദീസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വളരെയധികം ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ സാധനത്തിൽ അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തുറന്നു നോക്കിയാൽ പല ജാതി വസ്വാസുകളും അതിലൂടെ വന്നു പോകും. അങ്ങനെ അതുണ്ടോ, അങ്ങനെ വേണ്ടതുണ്ടോ, ഇങ്ങനെ വേണ്ടതുണ്ടോ എന്ന സംശയങ്ങൾ ജനിപ്പിച്ച് നമ്മുടെ ഈമാനിൽ നിന്നും അകറ്റിയെടുക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുസ്ലിമായ ആളുകൾ, പഠിച്ച ആളുകൾ, വലിയ ഇബ്ലീസ് തന്നെ നമുക്ക് കാഫിറായതിൻ്റെ മുമ്പിൽ തെളിവുണ്ട്, അതുകൊണ്ട് പഠിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും പോകൂല എന്നൊന്നും വെക്കാൻ പറ്റൂല. നമ്മുടെ പരിസര പ്രദേശത്ത് പഠിച്ച് ബിരുദെടുത്ത ഒരാൾ ഇപ്പം അടുത്ത് ക്ഷേത്രത്തിൽ പോയി താലി കെട്ടിയിട്ട് മുർത്തദ്ദാകുന്ന സംഭവം നമ്മൾ കാണുകയാണ്, ഫോട്ടോയിലൂടെ കാണുകയാണ്. ഇങ്ങനെ നിരവധി മുർത്തദ്ദുകൾ ഇപ്പം അവരും തന്നെ സംഘടിച്ചുകൊണ്ട് മുർത്തദ്ദുകളുടെ സംഗമം എന്ന് പറഞ്ഞ മുർത്തദ്ദുകൾ പ്രത്യേകമായി സംഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെയധികം ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്നതിൽ നിന്ന് തമാശയായിട്ടും ഒക്കെ ഏത് വിഷയങ്ങളും പറയുന്നതിനും ഇടപെടുന്നതിനും ഒരു മടിയുമില്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ വന്നു പോകുന്നത്. എത്ര ചെറിയതാണെങ്കിലും ഒരു ചെറിയ കാര്യത്തെയും നിസാരപ്പെടുത്തി കളയാൻ പാടില്ല. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടുകൂടി സമീപിക്കുന്നത് വരെ ആ നന്മ വരെ നിസാരമായി കാണരുത്. അതുപോലെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, എല്ലാ നന്മകളും എനിക്ക് കാണിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ ഉമ്മത്തിൻ്റെ നന്മകൾ കാണിക്കപ്പെട്ടപ്പോൾ ഏതുവരെ കാണിക്കപ്പെട്ടു? ആ നന്മയിൽ പെട്ടതാണ് അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ഒരു കരടെടുത്ത് പുറത്തേക്കിടുന്ന നന്മ. ആ നന്മ വരെ എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഏറ്റവും അധികം ഒരു കരട് പുറത്തേക്കിടുന്ന അതേ സമയത്ത് പള്ളിയിൽ നാം കാരണമായി ഒരു നജസ് കണ്ടാൽ അത് ഉടനെ വൃത്തിയാക്കൽ നിർബന്ധമാണ് എന്നും പള്ളിയിൽ നാം കാരണമായി ഒരു നജസാക്കുന്നത് ഹറാമാണ് എന്നും മാത്രവുമല്ല ഫുഖഹാ രേഖപ്പെടുത്തി പള്ളിയുടെ ബഹുമാനം പറഞ്ഞുകൊണ്ട് പള്ളിയിലൂടെ ചെരുപ്പ് പോലത്തെ സാധനം ഇങ്ങനെ ഈ വാതിലിൽ നിന്ന് മറ്റേ വാതിലിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെള്ളം നജസായത് പള്ളിയിൽ ഉറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് ഹറാമാണ് എന്ന് മാത്രമല്ല, പള്ളിയുടെ ജനലിലൂടെ ഹവയിലൂടെ പുറത്തേക്ക് കാർക്കിച്ച് തുപ്പുമ്പോൾ അതിൻ്റെ ഹുക്കുമെന്താണ്? അങ്ങനെ കാർക്കിച്ച് തുപ്പുമ്പോൾ അത് പള്ളിയിലായില്ലെങ്കിലും പള്ളിയുടെ ഹവയിലൂടെ പാസ് ചെയ്യാൻ പറ്റുമോ? ഇത്തരം വിഷയങ്ങൾ വരെ മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഫുഖഹാ രേഖപ്പെടുത്തി പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് കാല് കഴുകാനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാക്കി വെക്കൽ സുന്നത്ത നിർബന്ധമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയും ഇന്ന് നാം എല്ലാവരും കാലിൽ ചെരുപ്പ് ധരിച്ചിരിക്കും. പക്ഷേ ആ ചെരുപ്പ് എവിടെയെങ്കിലും ഊരി നിലത്ത് ചവിട്ടിയിരിക്കും, നജസുള്ള സ്ഥലത്ത് ചവിട്ടിയിരിക്കും. അങ്ങനെ പലപ്പോഴും പല പള്ളിയിലേക്കും കയറുമ്പോൾ തന്നെ കാല് കഴുകാതെ ഒരുപാട് സ്ഥലം അതിലൂടെ വേസ്റ്റിലൂടെ കയറി പോയിട്ടായിരിക്കും ആ പള്ളിയിലേക്ക് കാല് കഴുകുന്ന സ്ഥലത്ത് ചിലപ്പോൾ കയറും, ചിലപ്പോൾ കാല് കഴുകാതെ കയറും. നമുക്ക് തന്നെ ഇവിടെ തന്നെ ധാരാളം ആളുകൾ എങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നു, നേരെ ചെരുപ്പോടെ വരുന്നു, കാല് കഴുകുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ല, നേരെ ഇങ്ങനെ കയറി വരുന്നു. സുബ്ഹാനല്ലാഹ്, വലിയ അപകടമാണ്. നമ്മുടെ കാലിൽ നജസുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് കയറി വരുന്നത് ഹറാമായ കയറ്റമാണ്. അത് ഹറാമാണ് നമ്മുടെ പള്ളിയിലേക്ക്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ വസ്വാസ് എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ വസ്വാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫിഖ്ഹിന്റെ കിതാബ് എടുത്തിട്ട് അവനോട് നമുക്ക് സംസാരിക്കാം, എന്താണ് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇത് പറഞ്ഞാൽ വസ്വാസാക്കും, അതാണ് ഇന്നത്തെ സ്വഭാവം. പറഞ്ഞാൽ വസ്വാസാക്കി പോകും. കാരണം എന്താ? ഇന്ന് ആ രൂപത്തിൽ നജസ് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ, കാരണം ഗൾഫ് നാടുകളോടാണ് പലരും ഉപമിക്കുന്നത്. ഗൾഫിൽ എങ്ങനെ നടക്കുന്നില്ലേ, ഗൾഫിൽ മൂത്രപ്പരയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാലകാല പള്ളിയിലുള്ളിൽ കയറുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നജസിനെ സർവ്വവ്യാപകമാക്കിക്കൊണ്ട് പള്ളി മലീമസമാക്കുന്നു. ഞാൻ ഇത് പറഞ്ഞു വന്നതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ ഇത് മതി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ. അല്ലാഹു ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്നതിന് പകരം അതിനെ തരം താഴ്ത്തുന്ന ഒരു ചെറിയ സ്വഭാവം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് മതി നമ്മുടെ ഈമാൻ അവസാനത്തേക്ക് നഷ്ടപ്പെട്ടു പോകാൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക തന്നെ ചെയ്യണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. അല്ലാഹുവിൻ്റെ പള്ളിയെ ആദരിക്കണം, അല്ലാഹുവിൻ്റെ പള്ളിയെ ബഹുമാനിക്കണം. പള്ളിയുടെ ഹവക്ക് പ്രത്യേകതയുണ്ട്, പള്ളിയുടെ ഈ അന്തരീക്ഷത്തിന് പ്രത്യേകതയുണ്ട്, പള്ളിയുടെ ചുമരിന് പ്രത്യേകതയുണ്ട്. ആ പള്ളിയുടെ ചുമരിൽ നമുക്ക് ചീന്തിയിട്ട് അതിമേൽ തുടക്കാൻ പറ്റൂല, പുറം ഭാഗത്തായാലും പറ്റൂല. അങ്ങനെ പള്ളിയുടെ ഹുർമത്ത് നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകൾ വളരെ പവിത്രമായി സൂക്ഷിച്ച ഒന്നാണ്. അതുകൊണ്ട് ആ പള്ളി അല്ലാഹു ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ടതിനെ ആദരിക്കുക എന്നുള്ളത് അതാണ് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ ലക്ഷണം. അത് പ്രത്യേകമായി പാലിക്കപ്പെടണമെന്ന് അത് ശ്രദ്ധയില്ലാതെ ആയി പോകുമ്പോഴാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലത്തെ പല വിഷയങ്ങളിലും സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് യാതൊരു ശ്രദ്ധയുമില്ലാതെ പല വിഷയങ്ങളിലും തമാശയിലൂടെ അങ്ങ് കയറി നമ്മളങ്ങോട്ട് വാചാലമാകുമ്പോൾ പലതിലേക്കും നമ്മുടെ നാക്ക് ഇടപെട്ടു പോകുന്നു. അങ്ങനെ അവസാനം വളരെ നിസ്കരിച്ച് കൃത്യമായി എല്ലാം ചെയ്തിരുന്ന ആള് കുറച്ച് കഴിയുമ്പോൾ കേൾക്കും, ഓനിപ്പോ മുർത്തദ്ദാണ്. എത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന മുർത്തദ്ദാണ് എന്നുള്ള അവസ്ഥ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന ശക്തമായ പേടി ഒരാളെ ഖൽബിൽ ഇല്ല എങ്കിൽ അവൻ്റെ കാര്യം പേടിക്കപ്പെടണം. ഈമാൻ പോകൂല, എൻ്റെ ഈമാൻ അത് അവനാൻ്റെ ഒരു ഉറപ്പുണ്ട്, എവിടേക്കും പോകില്ല എന്നറിയും ചില ആൾക്കാർ. അങ്ങനെ ചിന്തിക്കുന്നവൻ്റെ ഈമാൻ തന്നെ പേടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ ചിന്തിക്കുന്നവൻ്റെ ഈമാൻ തന്നെ പേടിക്കണം. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എപ്പോഴും പേടിച്ചുകൊണ്ട് അല്ലാഹുവേ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്തിന് ശേഷം ഞങ്ങളെ ഈമാൻ തെറ്റിച്ചു കളയല്ല എന്ന് അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കുകയും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെയും ഖുർആനിൻ്റെ ബഹുമാനങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂമുകൾ അടങ്ങിയതായിരിക്കുന്ന പുസ്തകങ്ങൾ അത് പലപ്പോഴും ഇന്ന് ഇത് പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് കാണാം അക്രിക്കടയിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് മുസ്ഹഫുകൾ വരെ എത്തിപ്പെട്ടത് നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കണ്ടതായിരിക്കുമല്ലോ. ഈ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ മുസ്ഹഫുകൾ വരെ കൂമ്പാരമായി കൊണ്ട് ഇതൊക്കെ മുസ്ലിം വീടുകളിൽ നിന്ന് കൊടുത്തിട്ടാണല്ലോ പോകുന്നത്. അതുവരെ പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ വലിച്ചെറിഞ്ഞ മനുഷ്യന്റെ ഈമാൻ എവിടെ ഇരിക്കും? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അപകടത്തിൽ പെട്ടുപോകുന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന അപകടകരമായ കാര്യങ്ങളാണ് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും നമ്മുടെ വീടുകളിലൊക്കെയുള്ള മുസ്ഹഫുകൾ വളരെ ഭദ്രമായി കൊണ്ട് നമ്മുടെ മുൻഗാമികൾ സൂക്ഷിച്ചതുപോലെ അതിന് പ്രത്യേകമായ കവറും നമുക്ക് പ്രത്യേകമായ ഷോക്കേസുകളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മുസ്ഹഫ് വെക്കാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം നമുക്ക് ഒരുക്കിക്കൂടാ? മുസ്ഹഫ് വളരെ ഭദ്രമായി കൊണ്ട് സൂക്ഷിക്കണം. മാത്രവുമല്ല കഴിയുന്ന സമയത്തൊക്കെ മുസ്ഹഫ് നോക്കിക്കൊണ്ട് ഓതണം. അതാണ് മുസ്ഹഫിനോടുള്ള അദബ്. മുസ്ഹഫ് അവിടെ അങ്ങനെ ഇരിക്കെ നമ്മൾ മൊബൈൽ നോക്കി ഖുർആൻ ഓതിയാൽ ആ മുസ്ഹഫിനോടുള്ള ഹക്ക് നമ്മൾ വീട്ടുന്നില്ല. മൊബൈൽ നോക്കി ഖുർആൻ ഓതിയാൽ നോക്കി ഓതിയ പ്രതിഫലമില്ല. നോക്കി ഓതിയാൽ ഒരുപാട് ഹസനത്തുകൾ ഏറെയുണ്ട്. കാണാതെ ഓതുന്നത് പോലെയല്ല അറിയുന്നതും. ഖുർആനിലേക്ക് ഇങ്ങനെ നീ ഓതാൻ അറിയാത്ത ആൾ മുസ്ഹഫ് തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അന്നദുറു ഇലൽ മുസ്ഹഫി ഇബാദത്തുൻ, മുസ്ഹഫിലേക്ക് നോക്കുന്നത് ഇബാദത്താണ്. അക്കൂരി മൊബൈലിൽ നോക്കിയാലോ അതല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നോക്കിയാലോ എവിടെ നോക്കിയാലും അത് കിട്ടുകയില്ല. അതുകൊണ്ട് ആ മുസ്ഹഫിൻ്റെ എഴുത്ത് വളരെ ബഹുമാനമുള്ളതാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ഒതുവില്ലാതെ അത് തൊടാൻ പാടില്ല, ഒതുവില്ലാതെ ചുമക്കാൻ പാടില്ല. അതിൻ്റെ മേൽ വല്ല നജസും കണ്ടാൽ അത് ഉടനെ വൃത്തിയാക്കൽ കണ്ട വ്യക്തിക്ക് നിർബന്ധമാണ്. മറ്റൊരാളെ കാത്തു നിൽക്കാൻ പാടില്ല. മുസ്ഹഫും ഒരു നജസ് കണ്ടാൽ, പള്ളിയിൽ ഒരു നജസ് കണ്ടാൽ ഉടനെ കണ്ട വ്യക്തി അത് ശുദ്ധിയാക്കൽ നിർബന്ധമാണ് എന്നാണ്. അതാരെങ്കിലും നോക്കിക്കോളും എന്ന് പറഞ്ഞു പോകാൻ വരെ പാടില്ല എന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം നമ്മുടെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ഇത്തരം ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതിരിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ അതിനോടുള്ള നിന്ദ്യത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് നാം അറിയാതെ ഇത്തരം കാര്യങ്ങൾ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു.